സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന ഏറ്റവും തെളിവ്, നമസ്കാരം സുന്നത്ത് സംഘടിതമല്ല, നോമ്പിന്റെ സുന്നത്ത് സംഘടിതമല്ല, ഒറ്റയ്ക്ക് നിർവഹിക്കാം. ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല, പോയി ഒറ്റയ്ക്ക് ഏത് സമയത്ത് ഉംറ ചെയ്യാം. ഫറളെല്ലാം സംഘടിതമാണ്. ഫറളായ എല്ലാ ഇബാദത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ഫർള് കുളിയും സംഘടിതമായിട്ടാണോ? അപ്പൊ എന്ത് വേണ്ടിയൊരു ഇയാള് ചിലപ്പോ സുബൈന്റെ മുമ്പ് പുറത്തിറങ്ങിയിട്ട് എല്ലാരെയും കൂട്ടിക്കൊണ്ടിരുന്നു ഫർള് കുളിയല്ലേ അല്ലേ? ഒരു കാര്യം പറയാം, ഇവരില്ലാത്ത മതം പറയാൻ നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? അതെ, ഒരു മുജ്തഹിദും ഇമാമും ഇല്ലാത്തൊരു കാലം വരും. ഉലമാക്കൾ ആലിമീങ്ങളൊക്കെ മരിച്ചു പോകും. അങ്ങനെ മുജ്തഹിദുകളായ ഇമാമിങ്ങൾ ഇല്ലാത്തൊരു കാലം വരും. അപ്പൊ ജനങ്ങളൊക്കെ ചില നേതാക്കളായിട്ട് വിവരമില്ലാത്തവരെ അവരോധിക്കും. ഫസുലു, അവരോട് ചോദിക്കും, അവരാ പ്രസംഗിക്കുന്നത്, അവരാ ക്ലാസ് എടുക്കുന്നത്. അവർ മറുപടി അറിയും. സ്വന്തത്തിൽ അവരും പേച്ചു, മറ്റുള്ളവരെ പേപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു കാലം വരുന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരിയല്ലേ അത് ഹദീസ്? അതന്നെയല്ലേ ഇപ്പൊ നടക്കുന്നത്? വിവരമില്ലാത്ത മൗലവിമാര് ഓരോരുത്തർക്കും തൊള്ളണ്ടല്ലോ പറയന്നെ. അങ്ങനെ ഫർളൊക്കെ എന്തായിരിക്കണം? സംഘടിതമായിരിക്കണം എന്നാണ്. അത് ഈ നിസ്കാരം ഇവിടെ സംഘടിതമായി നടത്തുക എന്ന് പറഞ്ഞാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളുകൾ ഓരോരുത്തരും നിസ്കരിക്കല. അതുപോലെ നിങ്ങള് ഒരു നാട്ടിലുള്ള 10 മുതലാളിമാര് അവരെ സക്കാത്തും കൊണ്ട് വന്ന് ഓരോരുത്തരങ്ങ് കൊടുക്കുകയാണ്. എന്താ കുഴപ്പം? ഇനി അതിനൊരു ഇമാമ് വേണോ? അതിനൊരു ഇമാമൊന്നും വേണ്ട. ഇനി അഥവാ ഒരുത്തം കൊടുത്തിട്ട് ബാക്കിയുള്ളവർ കൊടുക്കാണോ? കുഴപ്പമൊന്നുമില്ല. ഒരുത്തൻ ആദ്യം കൊടുത്ത് പിന്നെ മറ്റുള്ളൂ അവനവൻ തന്നെ കൊടുക്കല്ലേ. അവനവൻ നിസ്കരിക്കുക ചെയ്യുന്നത്. അതുപോലെ അവനവൻ കൊടുക്കാണോ അവിടെ ചെയ്യുന്നത്? ഇത് എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുക? അതിലെ ദജ്ജാലൂനാന്ന് റസൂലുള്ളാഹി പറഞ്ഞു, കബളിപ്പിക്കുന്നവർ. ഇനി നോമ്പും സംഘടിതല്ലേ എന്ന് അർത്ഥം ചോദിക്കുന്നു. എല്ലാവരും നോമ്പും കൂടി ഒരു കമ്മിറ്റി ഏറ്റെടുക്കുക, നോമ്പ് കമ്മിറ്റി. എന്നിട്ട് കുറച്ചാള് നോമ്പെടുക്കുക, ബാക്കിയുള്ളവരെ കൊച്ചൊക്കെ നല്ലോണം തിന്നുക. ഇതാണോ നോമ്പ് കമ്മിറ്റി? അപ്പൊ നിങ്ങൾ ഹജ്ജ് കമ്മിറ്റി ഇല്ലേ? ഹജ്ജ് കമ്മിറ്റി എന്നാൽ ഹജ്ജ് ചെയ്യാനുള്ള കമ്മിറ്റിയാ. ഹജ്ജ് ചെയ്യാൻ പോകുന്നവർക്ക് സൗകര്യം ചെയ്യാനുള്ള കമ്മിറ്റിയാണ്. ഇനിയിപ്പോ ഇവിടെ കുഴപ്പോ സക്കാത്ത് കൊടുക്കുന്നവർക്ക് കുറച്ച് പാവപ്പെട്ടവരെ അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ പാവപ്പെട്ടവരുള്ള സ്ഥലത്തേക്ക് സക്കാത്ത് കൊടുക്കുന്നവരെ എത്തിക്കുന്നു, കൊടുക്കാൻ സൗകര്യം. അങ്ങനെ ഒരു കമ്മിറ്റി നിങ്ങൾ ഉണ്ടായിക്കോളി, ഒരു കുഴപ്പമില്ല. ആ കമ്മിറ്റിക്ക് ഒരു കുഴപ്പമില്ല. അത് നിങ്ങളെ ഈ കമ്മിറ്റിയല്ല. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. സക്കാത്ത് കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുന്ന കമ്മിറ്റി അല്ല, ഹജ്ജ് ചെയ്യുന്ന കമ്മിറ്റിയല്ല. നിങ്ങളത് അങ്ങനല്ല. നിങ്ങൾ സക്കാത്ത് കിട്ടേണ്ടവർക്ക് കിട്ടാതെ ബൈക്കിന്ന് പിടിക്കുകയാണ്. ബൈക്കിന്ന് പിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് കള്ളുടിക്കാൻ കൊടുക്കാന്ന് ഞങ്ങൾ പറയുന്നത്. ഇതാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാം? ഇനി സുഹൃത്തുക്കളെ, എനിക്ക് കേട്ടോളൂ നിങ്ങൾ. ഇതിന് ഒരാള് പാവം, അദ്ദേഹം പറഞ്ഞ ന്യായാണ്. ഫർളൊക്കെ എന്താണ്? സംഘടിതമായിട്ടാണ്. സുന്നത്തി നമുക്ക് എന്ത് ചെയ്യാം? അല്ലാതെ നടത്താൻ നല്ല വിവരമുള്ള മഹാൻ തന്നെ.